ഗൂഗിൾ ക്ലാസ് റൂമിൽ പോയിട്ട് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ റീഡയറക്റ്റ് ആകുന്നത് ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും. ഫസ്റ്റ് വരുന്ന ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും. ഓപ്പൺ ആസ് ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പോകുന്നത് ഈ ഒരു പേജിലേക്കായിരിക്കും. ഈ പേജിൽ നമുക്ക് ഉണ്ടാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റേഴ്സ് എക്സൽ അബ്സ്ട്രാക്ട് main.txt. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഈ എക്സലിൽ നിന്ന് abstract.csv നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ആദ്യമേ അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ നമ്മുടെ പേപ്പറിന്റെ ടൈറ്റിൽ ഇടുക. അത് കഴിഞ്ഞ് ആരാണ് ഓതർ, ഒന്നില്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഓതറിന്റെ പേര് സ്പേസ് ഇട്ടിട്ട് ഇടാം. അല്ലെങ്കിൽ നമുക്ക് ഇവരിപ്പോൾ ചെയ്തേക്കുന്ന പോലെ, ഇപ്പം ഞാൻ ഇതിനകത്ത് ചെയ്തേക്കുന്ന പോലെ ഇതിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നതാണ് /index EU ആൽഫബറ്റിക്കൽ. അത് കഴിഞ്ഞിട്ട് ഈ ഓപ്പൺ ബ്രേസസിന്റെ ഉള്ളിൽ ഓതറിന്റെ പേരിടുക. അതായത് ഇതിന്റെ ഉള്ളിൽ ഇപ്പം ഞാൻ ഈ സെലക്ട് ചെയ്യുന്ന ഈ ഭാഗത്ത് ഓതറിന്റെ പേരിടുക. അതേപോലെ തന്നെ സെയിം ഓതറിന്റെ പേര് ഇപ്പുറത്ത് വിടുക. ഓതറിന്റെ പേര് ഇട്ടതിന് ശേഷം നമ്മൾ കീവേഡ്സ് ആണ് ഇനി എടുക്കേണ്ടത്. കീവേഡ്സും അതേപോലെ തന്നെ നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന ഭാഗത്ത് കീവേഡ്സ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഇടുക, ഇവിടെയും കീവേഡ്സ് ഇടുക. ഇപ്പൊ നമുക്കൊരു 10 കീവേഡ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 8 കീവേഡ്സ് ഉണ്ടെങ്കിൽ ഇത് കോപ്പി ചെയ്യുക. ഇത്രയും സംഭവം നമ്മൾ കോപ്പി ചെയ്യുക. ഇത്രയും കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇടുക. ഇവിടെ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഉള്ളത് C ഡോട്ട് എന്നാണ്. അപ്പൊ നമുക്ക് ഡോട്ട് മാറ്റി നമുക്ക് കോമ വേണമെങ്കിൽ കോമയും സ്പെസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഡോട്ട് തന്നെ ഇട്ടാലും മതി. അതിനുശേഷം നമ്മൾ ഈ അഫിലിയേഷൻ ഇതിടേണ്ടത് ഈ പേപ്പർ എവിടെ നിന്നാണ് വന്നേക്കുന്നത് എന്നുള്ളൊരു ഇതാണ്. അപ്പൊ ആ അഫിലിയേഷനും കൂടി നമ്മൾ ഇട്ടിട്ട് ഇപ്പൊ ഈ പേപ്പർ അഫിലിയേറ്റഡ് ടു VTU യൂണിവേഴ്സിറ്റി ബെൽഗാവ് കർണാടക അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ അതിനകത്തേക്ക് ഇടുക. അതിനുശേഷം നമ്മൾ അബ്സ്ട്രാക്ട് കോപ്പി ചെയ്യുക. അബ്സ്ട്രാക്ട് കോപ്പി ചെയ്തതിനു ശേഷം നമ്മൾ ChatGPT പോയിട്ട് അബ്സ്ട്രാക്ട് നമ്മൾ ഇതിനകത്തേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് റിമൂവ് ഓൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുക. അപ്പൊ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഈ കോപ്പി കോഡിൽ ക്ലിക്ക് ചെയ്യുക. അബ്സ്ട്രാക്ട് കൊണ്ടുവന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പൊ അബ്സ്ട്രാക്ട് പേസ്റ്റ് ചെയ്തതിനു ശേഷം സേവ് ചെയ്യുക. Ctrl+S അടിച്ച് സേവ് ചെയ്യുക. ഒരു 1-2 തവണ ചെയ്യാം. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തതിനു ശേഷം നമ്മൾ തിരിച്ച് ആ ഓവർലീഫിന്റെ ഇതിനകത്തേക്ക് വരിക. ഇവിടെ നമുക്ക് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഈ സെലക്ട് ഫയൽസ് ക്ലിക്ക് ചെയ്തിട്ട് ആ ഫയല് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഓവർറൈറ്റ് ചെയ്യുന്നു. ഓവർറൈറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ റീകമ്പൈൽ ചെയ്യുന്നു. അപ്പൊ ഇതിപ്പോ ഫയൽ സെലക്ട് ചെയ്തിട്ടില്ലെന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ഒന്നും കൂടി ഫയൽ സെലക്ട് ചെയ്തിട്ട് ഓവർറൈറ്റ് ചെയ്യുന്നു, റീകമ്പൈൽ കൊടുക്കുന്നു. റീകമ്പൈൽ ചെയ്തതിനു ശേഷം നമ്മളിപ്പോ മാറ്റിയ ചേഞ്ചസ് നമുക്കിപ്പോ അബ്സ്ട്രാക്ഷൻസ് ഉള്ളിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പൊ ഇതാണ് ഞാൻ ഫസ്റ്റ് ഇട്ടേക്കുന്ന പേപ്പർ. രണ്ടാമത് ഇട്ടേക്കുന്ന പേപ്പർ ഇതാണ്, ഇങ്ങനെ വരും.